തലേണൊക്കെ വെച്ചിട്ട് ബെഡ് ഇട്ടിട്ട് കിടന്നുറങ്ങുന്ന ആളാണ്. ഉമ്മ അപ്പാത്തതിന് ശേഷം ബെഡ് ഇട്ടിട്ട് ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. ഞാൻ ഉമ്മള്ളപ്പോ എനിക്ക് ധൈര്യം, ഉമ്മ ഉണ്ടാവും എനിക്ക് ദ്വാരക്കാൻ. എന്റെ ആരോഗ്യത്തിന് കാവലിരുന്നിരുന്ന ആളാണ് എന്റെ ഉമ്മ. അള്ളാഹു തആല ഖബർ സന്തോഷമായി കൊടുക്കട്ടെ, അള്ളാഹു തആല ഖബർ വിശാലായി കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. വീട്ടിൽ നിന്നാണ്ട് പോയോക്കണം, അപ്പോഴേ അറിയുള്ളൂ. വീട്ടിൽ നിന്നാണ്ട് പോയോക്കണം, അപ്പോഴേ നിങ്ങൾ ഈ കുറ്റും പോരൊക്കെ അറിയുള്ളൂ. അത് അള്ളാണ്ട് പോയോക്കണം. വെള്ളാവുമ്പോ അങ്ങനെ മനസ്സിലാവില്ലേ, നിയമത്താണ്ട് പോയോക്കണം. കണ്ണുണ്ടാവുമ്പോ വല്ല അറിയില്ല, കണ്ണ് തെറിച്ചോക്കണം. ഉമ്മ വീട്ടിൽ നിന്നാണ്ട് പോയോക്കണം. മോനെ സങ്കടം തീരില്ലടാ, സങ്കടം തീരൂല. പിന്നെ ഇങ്ങനെ ഓർത്തെടുക്കും, ആ പറഞ്ഞത് ശരിയായില്ല, ഈ പറഞ്ഞത് ശരിയായില്ല, ആ പെരുമാറിയത് ശരിയായില്ല, നമ്മളെ വാക്കിക്ക് സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല. പറയുന്നേ നീ 10,000 വട്ടം പറയും, പലിശ അടക്കം കിട്ടിയിട്ടേ പോവുള്ളൂ, ബാക്കി ആഹ്റന്ന് കിട്ടുള്ളൂ. അങ്ങനെ ചില തെറ്റുകളുണ്ട്. അഡ്വാൻസ് ഡോസ് ഇവിടെ കിട്ടും, ബാക്കി അവിടെ കിട്ടുള്ളൂ. അതിൽ പെട്ടാണ് വാപ്പാന്റെ അമ്മാന്റെ വെറുപ്പ്. ഒരിക്കലും തന്നെ നേടരുത്. നീയും നിന്റെ തലമുറയെ നശിക്കും, നല്ല കുട്ടികളെ ഉണ്ടാവില്ല. ആ കുട്ടികളെ കൊണ്ട് പലിശ അടക്കം നിനക്ക് തിരിച്ചു കിട്ടും. എന്നിട്ടേ നീ മരിക്കൂ, അല്ലെങ്കിൽ ചാവൂ. അങ്ങനെ ഇമാമില്ലെങ്കിൽ പിന്നെ ചാവലല്ലേ. ചിന്തിക്കണേ, ചിന്തിക്കണേ. അത് നിസ്കാരദായമിന് വലിപ്പം കൂടി ഇരുന്ന കാര്യമില്ല. അപ്പൊ നല്ല കാർപ്പറ്റ് 4 വരുത്തുള്ള തറാവ് കഴിയുമ്പോഴേക്കും തരമ്പ് ഇപ്പൊ എല്ലാവർക്കും വരുന്നുണ്ട്. കാരണം 20 റക്അത്തിൽ എത്ര വരുതല വരുന്നുണ്ട്. ഈമാന് ക്ലിക്ക് ആവണമെങ്കിൽ അടിസ്ഥാന ചില കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ബാപ്പാനും ഉമ്മാനെ വലിച്ചെറിഞ്ഞിട്ട് എന്ത് സ്വർഗാടോ, എന്ത് തറാവിയാടോ, എന്ത് നോമ്പാടോ. ലൈലത്തുൽ ഖദറിന്റെ നട്ട പാതിരാത്രിയിൽ സുജൂദിൽ കിടന്നിട്ട് കണ്ണിൽ നിന്ന് നീ ചോര ഒഴുക്കിയാലും പടച്ചോൻ തിരിഞ്ഞു നോക്കാത്ത 4 വിഭാഗത്തിലുള്ള ഒരു വിഭാഗം മാതാപിതാക്കളോട് അനുസരണക്കേടുള്ള സന്താനങ്ങളാണ്. നബിയുനാ റസൂലുള്ളാഹി മഹാനരായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം തൂരി സീനാ മല കയറുന്ന സമയത്ത് ഒരിക്കൽ പടച്ചോൻ പറഞ്ഞു, മൂസാ നബിയെ നല്ലോം പിടിച്ചു കേറിക്കോ. ഒരു 4-5 പോയിന്റ് പറഞ്ഞ് ഞാൻ നിർത്തും. ഇത് 3ാമത്തെ പോയിന്റാണ്. നല്ലോണം പിടിച്ച് കേറിക്കോ. എന്തേ ഉമ്മല്ല, മള്ളാമയത്ത് നിങ്ങൾ വല്ലാതെ പിടിച്ചിട്ടില്ലെങ്കിൽ ഉമ്മാന്റെ ദുആണ്ട് രക്ഷപ്പെടും. ഇപ്പൊ ദ്വാരക്ക് ആളില്ല, ഇനി പിടുത്തം മുറുക്കിക്കോളി. മോനെ പള്ളി സെക്രട്ടറിന് മുമ്പിലും തിളങ്ങിയിട്ട് കാര്യമില്ല, മാല് കമ്മിറ്റിന് മുമ്പിലും തിളങ്ങിയിട്ട് കാര്യമില്ല, സംഘാടകർ മുമ്പിൽ ആളായിട്ട്